ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായി ഇറാൻ. കുവൈറ്റിലെ US വ്യോമത്താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 4:50ഓടെയാണ് ഇറാൻ ഈ പ്രത്യാക്രമണം നടത്തിയത്. തങ്ങൾ ലക്ഷ്യമിട്ട US വ്യോമത്താവളം ഏതാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഇനിയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പും മറ്റും ഉള്ളത്. അതായത് ഈ തിരിച്ചടി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസമായി ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ ഇതിന് തിരിച്ചടിയെയാണ് ഇറാന്റെ ഈ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇതിപ്പോൾ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. മധ്യസ്ഥരായി പാകിസ്ഥാനും തുർക്കിയും ഒമാനും മറ്റും ഇടപെട്ട പശ്ചാത്തലമൊക്കെയുണ്ട്. സമാധാനത്തിന്റെ കരട് രേഖകളൊക്കെ തയ്യാറായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരമൊരു ആക്രമണം, പരസ്പര ആക്രമണ പ്രത്യാരോപണങ്ങൾ പുരോഗമിക്കുന്നത്. ഇതെന്ത് സമാധാനമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുക? രഞ്ജിത്ത്, ഇപ്പോൾ അത് സംബന്ധിച്ച് IRGCയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇറാൻസ് റവല്യൂഷണറി ഗാർഡ് കോർ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഈ പ്രദേശത്ത് ഇസ്രായേൽ പൂർണ്ണമായി തകരുന്നത് വരെ ഒരു കാരണവശാലും സമാധാനം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ ഒരു സമാധാനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കൊലപാതകവും അതുപോലെ ഈ ഭീകരവാദവും ഒക്കെയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം നടത്തും എന്ന ഒരു നിലപാടാണ് IRGC വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ 2 ഹമാസ് കമാൻഡർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ലിബറേഷൻ ഓഫ് പാലസ്തീൻ ഒരു വലിയ ഘടകമായി അവിടെ നിൽക്കുന്നു. ഇസ്രായേലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന ഒരു നിലപാട് ഈ റവല്യൂഷണറി ഗാർഡ് കോർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കനത്ത ഭാഷയിലുള്ള മറുപടി നൽകും എന്ന് തുടരെ വ്യക്തമാക്കുന്നു. ഈ അമേരിക്ക ഇനി ആക്രമണം തുടരുന്ന ഘട്ടങ്ങളിലെല്ലാം ഫേം റെസ്പോൺസ് എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സീപബ് ന്യൂസ് വെബ്സൈറ്റിൽ നൽകിയ ഒരു പ്രതികരണത്തിലാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ ഗാർഡ് കോറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും അമേരിക്കയും ഇറാനും പരസ്പരം ഈ ആക്രമണങ്ങളെ പഴിചാരുകയാണ്. അമേരിക്ക ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഇറാൻ ഈ വെടിനിർത്തൽ കരാറ് പല കേന്ദ്രങ്ങളിലായി ലംഘിക്കുന്നു, അതിനെ തുടർന്നാണ് തങ്ങൾക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നത് എന്ന ഒരു നിലപാടാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതേസമയം ഇറാൻ ആകട്ടെ ഇത് തങ്ങൾക്ക് മേൽ നടക്കുന്ന ഏകപക്ഷീയമായ ഒരു ആക്രമണമായി കാണുന്നു. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഫ്രെയിംവർക്ക് എന്ന ഒരു സമാധാന കരാറിൻ്റെ കരട് രേഖ തന്നെ ഇപ്പോൾ അമേരിക്ക തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ അശാന്തി പടരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോഴും നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏതായാലും ബന്ദർ അബ്ബാസിൽ നടന്ന ആക്രമണത്തെ സംബന്ധിച്ച് അമേരിക്ക ഒരു കാര്യം കൂടുതൽ ആക്രമണങ്ങൾ ഇറാന് നേരെ ഉണ്ടാകും എന്നവർ വ്യക്തമാക്കുന്നു. അതേസമയം ഇത് അമേരിക്കൻ എയർബേസുകൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണമാണ് പ്രതിയിടുന്നത് എന്നതിനെ സംബന്ധിച്ച് റവല്യൂഷണറി ഗാർഡ്സിൻ്റെ പ്രതിനിധികളും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും അമേരിക്കയ്ക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ ഗൾഫ് മേഖലയെ ഇറാൻ ലക്ഷ്യം വെക്കുമോ എന്ന കാര്യം കൂടി കാത്തിരുന്ന് കാണണം. കാരണം അമേരിക്കയ്ക്ക് ഒരിക്കലും ഗൾഫിൻ്റെ പുറകിൽ മറഞ്ഞിരുന്ന് തങ്ങളെ ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള പ്രതികരണമൊക്കെ ഖമനയുടെ ഭാഗത്ത് നിന്ന്, മൊസ്തഫ ഖമനയുടെ ഭാഗത്തുണ്ടായതും ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റു വാർത്തയിലേക്ക് പോകണം. ഒമാൻ നയത്തിൽ വലിയ അതൃപ്തിയുമായി US-ഉം ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. ഇന്ന് രാവിലെയാണ് ഡൊണാൾഡ് ട്രംപ് വിവാദമായ ഒരു പരാമർശം ഒമാനെതിരെ നടത്തിയത്. മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ തകർക്കും എന്നാണ് ഒമാന് മുന്നറിയിപ്പ് നൽകിയത്. അത് എല്ലാവരും അമ്പരന്നു. ഉദ്ദേശിച്ചത് ഒമാനെയാണോ അതോ ഇറാനെയാണോ എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായി ലോകവ്യാപകമായി. പക്ഷേ പിന്നീട് അമേരിക്ക ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞപ്പോൾ, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ വന്നപ്പോഴാണ് കൃത്യമായി ട്രംപ് ഉദ്ദേശിച്ചത് ഒമാനെ തന്നെയാണ് എന്ന പ്രധാനമായ വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. അതിനുള്ള പ്രകോപനം എന്ന് പറയുന്നത്, ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ. ഈ ഇറാൻ മുന്നോട്ട് വെച്ച കരാറുകളിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്ന് തങ്ങൾ സംയുക്തമായി ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും എന്നുള്ളതായിരുന്നു. ഒപ്പം കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വന്നതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്.
സമാനമായി തന്നെ UAE-യും ഈ നീക്കത്തെ അതിശക്തമായി എതിർക്കുകയാണ്. നമുക്കറിയാം, ഒമാനെ എതിർത്ത് UAE എന്ന് പറയുമ്പോൾ ലോകക്രമത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വലിയ മാറ്റങ്ങൾ സംഭവിപ്പിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വർഷങ്ങളായി ഒരു മധ്യസ്ഥ നിലയിൽ ഗൾഫ് മേഖല നിലകൊള്ളുന്ന ഒമാനെതിരെ ഇത്തരത്തിൽ US-ഉം UAE-യും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമൊക്കെ രംഗത്ത് വരുന്നത് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുകയും മറ്റും ചെയ്യും. മേഖലകളിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ മുൻകൈ എടുത്തിരുന്ന രാജ്യം കൂടിയാണ് ഒമാൻ. അവരോടാണ് അവർ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ തകർക്കും എന്ന ട്രംപിന്റെ മുന്നറിയിപ്പും മറ്റും വന്നത്. ഇത് വെറും ഒരു പ്രസ്താവനയല്ല, നാക്കുപിഴയല്ല. പക്ഷേ ഇത് കൃത്യമായ തന്നെ നിലപാട്, ഈ പറഞ്ഞതുപോലെ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണം ഇറാനോട് ചേർന്ന് ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള നിലപാടാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് രാജ്യാന്തര കപ്പൽപാതയാണെന്നും ഇവിടെ ആരും നിയന്ത്രണങ്ങൾ കൊണ്ടുവരരുത് എന്നും ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്ക കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. ഒരു ഫീസും ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം UAE-യും നൽകിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അമേരിക്കയും UAE-യും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഒമാനെതിരെ രംഗത്ത് വരുന്നത് ലോകക്രമത്തിൽ പുതിയ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ഏതായാലും ട്രംപിന്റെ പ്രസ്താവന ഒമാനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.